ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ബാത്റൂമിൽ കൊടുക്കുന്ന ഡൈവേർട്ടറിൻ്റെ അതിൻ്റെ പ്ലേറ്റും എക്സ്റ്റേണൽ വരുന്ന പ്ലേറ്റും കാര്യങ്ങളും പിന്നെ അതിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ എന്താ ജസ്റ്റ് നമ്മൾ പരിചയപ്പെടാം. ഇതാണ് വരുന്നത് ജാഗോറിൻ്റെ തന്നെ വരുന്നത് ഡൈവേർട്ടർ. നമ്മൾ ഓൾറെഡി ആദ്യമേ തന്നെ നമ്മൾ പ്ലംബിങ്ങിൻ്റെ സമയത്ത് ടൈൽ ഒട്ടിക്കുന്നതിന് മുന്നേ പ്ലംബിങ്ങിൻ്റെ സമയത്ത് ചെയ്തിട്ടുണ്ടാവും. അതിനുശേഷം വരുന്ന എക്സ്റ്റേണൽ പാർട്സാണ് വരുന്നത്. ഈ എക്സ്റ്റേണൽ പാർട്സിന് 1925 കമ്പനി MRP കൊടുത്തിരിക്കുന്നത്. ഇത് കണ്ടോ, അതാണ് അതിൻ്റെ എക്സ്റ്റേണൽ പാർട്സ് വരുന്നത്. ഈ എക്സ്റ്റേണൽ പാർട്സ് അതിൻ്റെ പുറത്ത് വരുന്ന ബോഡിയുടെ ആ വരുന്ന പ്ലേറ്റ്, പിന്നെ അതിൻ്റെ ഓരോ സ്വിച്ചുകൾ, പിന്നെ ലിവർ കാര്യങ്ങൾ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ എപ്പോഴും പറയാറുണ്ട്, അതിൻ്റെ ലെവൽ കറക്റ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന ബോഡി ഉണ്ടോ, ഈ ബോഡി ഒരിക്കലും ടൈലിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കില്ല. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അതുമാത്രമാണ് ഉള്ളത്. ഏത് ഡൈവേർട്ടർ ആണെങ്കിലും അതിൻ്റെ എക്സ്റ്റേണൽ ബോഡി വരുന്ന സമയത്ത് പ്രൊജക്ഷൻ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഡൈവേർട്ടർ ഉറപ്പിച്ചിരിക്കുന്നത് കറക്റ്റായ ലെവലല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ വരുന്ന താഴത്തെ വരുന്ന സ്പൗട്ട് വരുന്നുണ്ട്, അതായത് അതിന് അറ്റാച്ച് ചെയ്ത് വരുന്നതാണ് ഈ പറയുന്ന ഡൈവേർട്ടർ. അതിൻ്റെ സ്പൗട്ട്, ഏറ്റവും മുകളിൽ ഷവർ വാൽവ്, ഇത്രയാണ് അതിൻ്റെ മെയിനായിട്ട് വരുന്നത്. മുകളിലായിട്ട് ഷവർ, റെയിൻ ഷവർ ഉണ്ടെങ്കിൽ റെയിൻ ഷവർ കൊടുക്കാം. അപ്പോൾ നമുക്ക് വരുന്ന അതിൻ്റെ പ്ലേറ്റ് കാര്യങ്ങൾ ഇതാണ് വരുന്നത്. നമുക്ക് സ്ക്വയർ ടൈപ്പ് വരുന്നുണ്ട്, ഓവൽ ഷേപ്പ് വരുന്നുണ്ട്, ഏത് ടൈപ്പ് ആണെങ്കിലും വരുന്നുണ്ട്. ഇതിൻ്റെ ബ്ലൂ മാർക്കിംഗ് ഉണ്ടാവും, റെഡ് മാർക്കിംഗ് ഉണ്ടാവും. ബ്ലൂ മാർക്കിംഗ് കോൾഡ്, അതായത് തണുത്ത വെള്ളം, റെഡ് മാർക്കിംഗ് ചൂടുവെള്ളം. ഇതാണ് അതിൻ്റെ സിസ്റ്റം വരുന്നത്. പിന്നെ ഇതിൻ്റെ ഈ ബട്ടണാണ് നമ്മുടെ മുകളിലേക്കുള്ള ഷവറിൻ്റെ ഓപ്ഷൻ വരുന്നത്. അതായത് നമുക്കത് ബട്ടൺ നമുക്ക് ഊരിയെടുക്കാൻ സാധിക്കും, അങ്ങനെയാണ് അത് ഫിറ്റ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഈ പറയുന്ന ബട്ടൺസ് നേരെ ഷവറിൻ്റെ ബട്ടൺസ് ആണ് വരുന്നത്. അപ്പോൾ ഒറ്റ ലിവർ, റൈറ്റ് സൈഡ് നമുക്ക് പച്ചവെള്ളം വരും, ലിവറിൽ ലെഫ്റ്റ് സൈഡ് ചൂടുവെള്ളം വരും. മുകളിൽ കാണുന്നത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഷവർ കൊടുക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. ഷവറിൻ്റെ ഹൈറ്റ് നമ്മൾ മാക്സിമം ഒരു 7 അടി ഹൈറ്റ് എങ്കിലും കൊടുക്കുകയാണെങ്കിൽ റെയിൻ ഷവർ ആവുന്ന സമയത്ത് നല്ല താഴ്ച വന്ന സമയത്ത് നമ്മുടെ തലയിൽ മുട്ടാത്ത രീതിയിൽ നമുക്ക് മാക്സിമം റെയിൻ ഷവർ കൊടുത്താലും അതിൻ്റെ ആ ഡൂം വരുന്ന സമയത്ത് നമ്മുടെ തലയിൽ മുട്ടാത്ത രീതിയിൽ മാക്സിമം ഹൈറ്റിൽ നമുക്ക് കിട്ടും. അപ്പോൾ ലിവർ കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇതാണ്. അതിൻ്റെ കോമൺ ലെവൽ, മിക്സർ ലെവൽ ഇങ്ങനെ നേരെ സെൻറ്ററിലേക്ക് പൊക്കി കഴിഞ്ഞാൽ ചൂടുവെള്ളവും പച്ചവെള്ളവും മിക്സ് ചെയ്തിട്ടാണ് വരുന്നത്. ഇനി അതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ പൊക്കിയതിന് ശേഷം ഈ റൈറ്റ് സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ തണുത്ത വെള്ളമായിരിക്കും നമുക്ക് താഴെ ഔട്ട്ലെറ്റിൽ വരുന്നത്. ഇനി അതിന് ശേഷം ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റി ഇതേപോലെ പൊക്കി ക്ലിയർ ചെയ്ത് കഴിയുമ്പോൾ ചൂടുവെള്ളമായിരിക്കും വരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിലുള്ളൂ, സാധാ ടൈപ്പ് ഡൈവേർട്ടറുകൾ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഡൈവേർട്ടറുകളിൽ ഡയറക്റ്റ് ചൂടുവെള്ളം താഴേക്ക് ഇടാതിരിക്കുക. കാരണം ചൂടുവെള്ളം കറക്റ്റ് ചൂടുവെള്ളം തിളച്ച വെള്ളമായിരിക്കും വരുന്നത്. പിന്നെ നമ്മളിത് സാധാരണ പോലെ തന്നെ ഓപ്പറേറ്റ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് ഷവറിൽ വേണ്ടെങ്കിൽ സെൻറ്ററിൽ ഇട്ടതിന് ശേഷം നേരെ ആ പറയുന്ന മുകളിലെ പുഷ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഷവർ വർക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, സാധാ ഡൈവേർട്ടർ ആവുന്ന സമയത്ത് വെള്ളത്തിന് ചൂട് കൂടുതലാണെങ്കിൽ നമ്മൾ ഡയറക്റ്റായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ചൂട് വെള്ളമായിരിക്കും നമ്മുടെ ദേഹത്ത് വീഴാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് റൈറ്റ് സൈഡിലേക്ക് പച്ചവെള്ളം ഇട്ട് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി അതല്ല കുറച്ചുകൂടി എമൗണ്ട് മുടക്കാൻ താല്പര്യമുള്ള വ്യക്തികളാണെങ്കിൽ തെർമോസ്റ്റാറ്റ് ഡൈവേർട്ടർ വരുന്നുണ്ട്. തെർമോസ്റ്റാറ്റ് ഡൈവേർട്ടർ നമുക്ക് കറക്റ്റ് ചൂട് സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ലെവലിൽ അപകടങ്ങൾ കാര്യങ്ങൾ സാധാ ഡൈവേർട്ടറിനെ അപേക്ഷിച്ച് വളരെ കുറവായിരിക്കും. സാധാ ഡൈവേർട്ടറിൽ നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് ലെഫ്റ്റ് സൈഡിലേക്ക് ഇട്ടതിന് ശേഷം ഷവർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ തിളച്ച വെള്ളമായിരിക്കും നമ്മുടെ തലയിലേക്ക് വീഴുക. എന്നാൽ തെർമോസ്റ്റാറ്റ് ഡൈവേർട്ടർ കറക്റ്റ് നമുക്ക് അതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ചൂട് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ട് അതിന് മുകളിലേക്ക് നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കില്ല. അതാണ് അതിൻ്റെ മെയിനായിട്ട് വരുന്ന ഗുണങ്ങളിൽ ഒന്ന്. അപ്പോൾ തെർമോസ്റ്റാറ്റ് ഡൈവേർട്ടർ നമുക്ക് പൈസ മുടക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായി വീഡിയോസ് ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.